ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഡ്രാമ കാർണിവൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓ നെഗറ്റീവ് എന്ന സീരീസിൻ്റെ 10th എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓടിപ്പോയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ടാക്കാനൊന്നും മറക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയത് നമ്മുടെ ആർട്ടിനെ പ്രിം ഒരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷിക്കുന്നതായിരുന്നു അല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആർട്ടിന് പ്രിമിനോട് ഒന്നും കൂടെ ഒരു അടുപ്പവും ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവളെ കൂടുതൽ കെയർ ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മുടെ ഈ എപ്പിസോഡ്. ഈ എപ്പിസോഡിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ മോർണിംഗ് ക്ലാസ്സിന് പോകാനായിട്ടൊക്കെ ഒന്ന് എണീറ്റ് വരുന്നേക്കാണ് കേട്ടോ കാണിക്കുന്നത്. ചോമ്പോനെ കാണിക്കുന്നുണ്ട്, അതുപോലെ പ്രിമിനെ കാണിക്കുന്നത്. പ്രിം ആണെന്നുണ്ടെങ്കിൽ പുറത്തൊരു ഹോണടി ചെയ്തിട്ട് അവൾ പോയി നോക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പോയി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടാണ്. കാരണം ഇപ്പോൾ ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം നമ്മുടെ ആർട്ടാണെങ്കിലും ഇവളെ ഒരു പിക്കപ്പറായിട്ട് കൊണ്ടുനടക്കണം. അവളെ കൊണ്ടുവരുന്നതും കൊണ്ടുവാക്കുന്നതൊക്കെ നമ്മുടെ ആർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിം വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇത്ര രാവിലെ വന്നേക്കെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറഞ്ഞ് നിന്നെ പിക്ക് ചെയ്യാൻ വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അവളറിയാവുന്ന ഞാൻ പോയി കുളിച്ചിട്ട് വരാം, നീ അകത്തേക്ക് വന്നിരിക്കാനായിട്ട് എന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ അവളുടെ വീടിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പ്രിമിൻ്റെ അമ്മ വരുന്നുണ്ട്. അപ്പോൾ അമ്മക്കാണെന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ പേണും ഫോണും തമ്മിലിങ്ങനെ അടുത്തിടപെടി കണ്ടപ്പോഴത്തേക്കും ഇനി ഇത് വല്ലാണോ പ്രിമ്മും ആറും തമ്മിലിങ്ങനെ അടുത്തിടപെട്ടിട്ടുണ്ടാവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷെ അവനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മക്ക് മനസ്സിലായി ഇവൻ നല്ലൊരു പയ്യനാണെന്നൊക്കെ നമ്മുടെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അമ്മ ആ ഒരു രീതിയിലൊക്കെയാണ് കേട്ടോ ചെക്കനോട് സംസാരിക്കുന്നത്. അപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ അത്രക്കാരനൊന്നും അല്ല എന്നുള്ള രീതിയിൽ ചിരിച്ചൊക്കെ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രിമ്മ് വന്നിട്ട് പറയുന്നുണ്ട്, സംസാരമൊക്കെ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പൊക്കോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അമ്മ ചോദിക്കുന്നുണ്ട്, സിനിമയ്ക്ക് വല്ലതാണോ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ്മ് പറയും, അല്ലമ്മ സിനിമക്കൊന്നുമല്ല, ഞങ്ങൾ പഠിക്കാൻ തന്നെയാണ് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും, ഇപ്പം സിനിമയിലും പഠിക്കാമല്ലോ എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് അമ്മ പറയും, മതി അമ്മ നിർത്ത്, നമ്മുടെ ആർട്ട് പേടിച്ചിരിക്കുകയാണ്, ഇനി അവനെ കൂടി ഇതാക്കണ്ട എന്നുള്ള രീതിയിൽ വരട്ടുണ്ടെന്നൊക്കെ നമ്മുടെ പ്രിം പറഞ്ഞിട്ട് എന്നാൽ ശരി ഞങ്ങൾ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിം ആർട്ടിനെയും കൊണ്ട് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് എന്തോ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ആ വിൻഡോൻ്റെ അവിടെ കൂടി നോക്കിയിരിക്കുകയാണ്. ഇവർ ബൈക്കിലൊക്കെ ഇങ്ങനെ കയറി പോകുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അമ്മയ്ക്കൊരു പേടിയുണ്ട്. കാരണം പേണും ഫോണിനെയും പോലെ ഇനി ഇവർ അടുത്ത് ഇടപഴകുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക എന്നുള്ള പേടിയുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ അവരിങ്ങനെ വണ്ടിയിൽ പോകുന്നുണ്ട്. അതിനുശേഷം കോഫി ഷോപ്പിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമ്മ് ചോദിക്കുന്നുണ്ട്, ഹോളിഡേയ്സ് അല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ നമുക്ക് നിൻ്റെ നാട്ടിലേക്ക് പോയാലോ, നിൻ്റെ നാട്ടിൽ എന്തൊക്കെ കാണാനുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും, അവിടെ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല, അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്, പ്രത്യേകിച്ചൊന്നും തന്നെ കാണാനില്ല, അവിടെ ഒരു ബാറിൽ പോകണമെങ്കിൽ തന്നെ 60 കിലോമീറ്റർ അകലെയാണ്, അവിടത്തെ പോലെ സിറ്റി ഒന്നുമല്ല, ഫാൻസി ഐറ്റംസ് ഒന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചറിയും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, നമുക്കൊന്ന് പോയാലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ആദ്യം ഇതാവും. കാരണം അവൻ്റെ വീട്ടിലത്തെ ഒരു ഫിനാൻഷ്യൽ കുറവുള്ള കൂട്ടത്തിലാണല്ലോ. അപ്പോൾ അവൻ്റെ വീട്ടിലത്തെ അവസ്ഥ ഒന്നും ഇവർ ഫ്രണ്ട്സ് അറിയരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഇവരുടെ ഇഷ്ടമല്ലേ കൊണ്ടുപോയേക്കെന്നുള്ള രീതിയിൽ അവൻ ഓക്കെയും പറയുന്നുണ്ട് കേട്ടോ. പെങ്കൊച്ചു പറയാം, എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം, ഈ ഒരു വെക്കേഷനിൽ നമുക്ക് നിൻ്റെ നാട്ടിൽ പോയി അടിച്ച് പൊളിക്കാമെന്നൊക്കെ ഇങ്ങനെ രണ്ടാളും കൂടി ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെക്കൻ ഓക്കെ പോവാം, നമുക്കെന്നാൽ എല്ലാവരോടും സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരതേപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രിമ്മ് വന്നിട്ട് അവൻ്റെ വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട്. ഞാൻ ഓടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും, ഇത് ഓട്ടോമാറ്റിക് ഒന്നുമല്ല, ഭയങ്കര റിസ്ക്കാണ് ഇത് ഓടിക്കാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് അപ്പം തന്നെ ഇറങ്ങിയിട്ട് എന്നാൽ ശരി ഞാനൊന്നും ഓടിക്കുന്നില്ല, നീ എന്നെ പഠിപ്പിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അതേപ്പറ്റിയൊക്കെ സംസാരിച്ച് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീൻ വരുന്നത് നമ്മുടെ പേണിലേക്കാണ്. പേൺ ഇങ്ങനെ ആ കോളേജിൽ ഇങ്ങനെ നടന്ന് റിലാക്സ് ആയിട്ട് നടന്നു വരായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ അവൻ്റെ മുമ്പിലേക്ക് ചാടുന്നുണ്ട്. എന്നിട്ട് അവളിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, നീ എന്തിനാ നീ അവോയ്ഡ് ചെയ്യുന്നത്, ഈ കാണിക്കുന്നൊട്ട് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അവനെ ഇങ്ങനെ ഓരോ ചീത്തയൊക്കെ പറഞ്ഞിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പേണിനൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. അവനെന്തോ തെറ്റ് ചെയ്ത പോലെ അല്ലെങ്കിൽ അവനെന്തോ പറഞ്ഞ പോലെയാണ് അവളിങ്ങനെ പറയുന്നതെന്നുള്ള രീതിയിലായിരിക്കും അവൻ്റെ നോട്ടം കേട്ടോ. അപ്പോൾ അവൾ പറയുന്നു, ഓക്കെ നീ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ ദേഷ്യപ്പെട്ട് തിരിഞ്ഞ് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെങ്കിൽ ഭയങ്കര എന്തൊക്കെയോ പോലെ ആയിട്ട് അവനും ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് സീൻ വരുന്നത് ചോമ്പോയിലേക്കാണ് കേട്ടോ. ചോമ്പോ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ
എന്താ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നേക്കണതാണ്. ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് കറങ്ങാന്നുള്ള രീതിയിൽ വന്നേക്കണതാണ്. പക്ഷേ അവളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ എന്താണ് ഇവളുടെ ബാഗിൽ നിന്ന് സിഗരറ്റ് ലാമ്പ് കണ്ടതിനെ തുടർന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഇവളുടെ അമ്മയ്ക്കും അച്ഛനും നമ്മുടെ ചോമ്പോനോട് ഭയങ്കര എന്താ പറയുക സംശയമൊക്കെയാണ്. അവൾ എവിടെയും പോകാനൊന്നും അനുവദിക്കാറില്ല. അതിനെ തുടർന്നാണ് അവളിങ്ങനെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കണം. അപ്പോൾ പാരൻസൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ഇവളിങ്ങനെ പറയും ഞാൻ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നിക്കാണെന്നുള്ള രീതിയിൽ സംസാരിക്കട്ടെ. പക്ഷേ അവർക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഇവളുള്ള സ്ഥലത്തേക്ക് അവരിങ്ങനെ പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഇവൾ പഠിക്കുന്നു പറഞ്ഞ സ്ഥലത്തേക്ക് അവളുള്ള സ്ഥലത്തേക്ക് ഇവർ എത്താണ്. പക്ഷേ ഇവർ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചോമ്പോ കയ്യിൽ സിഗരറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് നിൽക്കുന്നതായിരിക്കട്ടെ കാണാം. ഇത് കാണുമ്പോഴത്തേക്കും അമ്മയ്ക്കും അച്ഛനും ഭയങ്കര ദേഷ്യവും അവളെ വിളിച്ച് താഴത്തേക്ക് വരാൻ പറഞ്ഞിട്ട് അവളിങ്ങനെ കുറേ വഴക്കുറയും. അവളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് കുറേ ചീത്തയും ഒരുപാട് തൊട്ട് അവളെ അടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ അവളെ ആ ഒരു കാറിലിട്ടിട്ട് അവളെ കൊണ്ടുപോകണം. മതി നീ ഇനി ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ കാറിൽ കയറ്റിയിട്ട് അവളിങ്ങനെ ദേഷ്യപ്പെട്ട് അവളിങ്ങനെ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ചോമ്പ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. കാറിലിരുന്ന് കരയുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോമ്പോൻ്റെ വീട്ടിലിങ്ങനെ എന്താ ഭയങ്കരമായിട്ട് കരണ്ടൊക്കെ ഇരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ആർട്ട് വിളിക്കും. ആർട്ട് വിളിച്ചിട്ട് പറയും ചോമ്പോ നീ കരയണ്ട, നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചോമ്പാണെങ്കിൽ ആകെ ഇങ്ങനെ വിതുമ്പി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ സങ്കടത്തോടെ വിതുമ്പി നിൽക്കുകയാണ്. ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയും. അതൊക്കെ നമ്മുടെ ചെക്കൻ പറയും നീ ടെൻഷനൊന്നും ആവണ്ട, നീ സ്ട്രോങ് ആയിട്ടേക്ക്, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ, ഞങ്ങളെല്ലാം സെറ്റാക്കാം, അവരെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഇതാവണം. നമ്മുടെ ആർട്ടാണെങ്കിൽ അധികം ആരോടും സംസാരിക്കാത്ത കൂട്ടത്തില്ല. പക്ഷേ പണ്ട് മുതലേ ചോമ്പോനോട് ഭയങ്കര കെയറും കാര്യമൊക്കെ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ചോമ്പോനോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അവനിങ്ങനെ പറയും നീ വെറി ആവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ ഫോൺ കട്ടാക്കുമ്പോഴത്തേക്കും വേറൊരു കോളും കൂടി അവൾക്ക് വരും. അത് പ്രിമിൻ്റെ കോളായിരിക്കും കേട്ടോ. നമ്മുടെ ചോമ്പ് ആ കോൾ അറ്റൻഡ് ആക്കും. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമ ചോദിക്കും നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചോമ്പ് പറയും ഞാൻ ഓക്കെയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമ പറയും നീ നിൻ്റെ വീടിൻ്റെ താഴേക്ക് വാ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കും താഴേക്കോ എന്തിനെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും നീ വാ എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ ചോമ്പോ താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമിനെയാണ് കേട്ടോ കാണാം. പ്രിമിനെ കാണുമ്പോഴത്തേക്കാണെങ്കിൽ ഇവൾക്ക് സങ്കടം പിടിച്ചെക്കാൻ പറ്റാത്തതുകൊണ്ടിട്ട് അവളിനെ ഓടി വന്നിട്ട് നമ്മുടെ പ്രിമിനെ കെട്ടിപ്പിടിച്ചിനെ കരയുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അവളുടെ എല്ലാ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നൊക്കെയാണ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് സീൻ വരുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഫസ്റ്റ് ഇയറിലെ ലാസ്റ്റ് ഡേ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ഒരു ബാറ് പോലത്തെ സ്ഥലത്ത് ഇങ്ങനെ വന്നേക്കാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രിമ്മ് ഇതിന് മുന്നേ ആർട്ടിൻ്റെ നാട്ടിൽ പോകാമെന്നൊക്കെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം എന്താണ് ഇവർ ഫ്രണ്ട്സിനോടൊക്കെ പറയാമെന്നൊക്കെ ഉള്ള രീതിയിൽ ചർച്ച ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിമ്മ് പേണിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ്. നമ്മളിങ്ങനെ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്, നീ വരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേണിനാണെങ്കിൽ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇനിയും ഫോണിൻ്റെ കൂടെ ഒരു ട്രാവലിംഗ് അല്ലെങ്കിൽ ഒരു യാത്ര അതൊന്നും അവനക്ക് ആലോചിക്കാനേ പറ്റില്ല എന്നുള്ള രീതിയിൽ അവനിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിനോട് ചോദിക്കുമ്പോഴത്തേക്കും ആർട്ട് പറയും നീ ഇനി ചോമ്പോനെ ഫോണിനൊക്കെ വിളിച്ച് നിങ്ങൾ ഇൻവൈറ്റ് എന്നിട്ട് നമുക്ക് സെറ്റാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പറയും കേട്ടോ. ആ ടൈമിൽ അവൻ പറയും ഞാനൊന്ന് അമ്മേനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഫോൺ എടുത്തിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അതിന് ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടിനെ കാണാതാവുമ്പോഴത്തേക്കും നമ്മുടെ പേൺ ആർട്ടിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ ആർട്ടാണെന്നുണ്ടെങ്കിൽ അവനെ അമ്മേനെ വിളിക്കുന്ന സമയത്ത് ഇവനെ കാണുമ്പോഴത്തേക്കും ഫോൺ കട്ടാക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ ചോദിക്കുന്നുണ്ട് നീ ഇത്ര പെട്ടെന്ന് വിളിച്ചതിനോ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും ഇല്ല അമ്മ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഞാൻ പിന്നീട് വിളിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പേൺ പറയുന്നുണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇനിയും നിങ്ങളുടെ കൂടെ വരുന്നു, നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ചോദിക്കും അതിനിപ്പോൾ എന്താ നീ വാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ പറയും എനിക്കിനിയും പറ്റത്തില്ല, അവളുടെ കൂടെ ഇങ്ങനൊരു ട്രാവലിംഗ് പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും നീ അതൊക്കെ വിട്, നീ പണ്ട് സിംഗിളായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ ആയാൽ മതി, നീ അവളെ മൈൻഡൊന്നും ആക്കണ്ട, നീ ആ ഒരു രീതിയിലൊന്നും കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും അവൾക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ട് പോലും അവളെൻ്റെ മെസ്സേജ് നോക്കുന്നില്ല എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും അത് അവൾക്ക് സമയമില്ലാത്തതുകൊണ്ടാവും അല്ലെങ്കിൽ അവൾ കാണാത്തതുകൊണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും കാണാത്തതുകൊണ്ടൊന്നുമല്ല, അവൾ റീഡ് ചെയ്തിട്ടും അതിന് റിപ്ലൈ തരുന്നില്ല, നിനക്കറിയാലോ എൻ്റെ സ്വഭാവം, എനിക്ക് ഇങ്ങനെ മെസ്സേജിന് റിപ്ലൈ തന്നില്ലെങ്കിൽ അവരോടൊക്കെ ഭയങ്കര ദേഷ്യമാവും നിനക്കറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പേൺ ഇങ്ങനെ ആർട്ടിനോട് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയുന്നത് നിനക്കറിയാലോ ആരെയും ഫോഴ്സ് ചെയ്യാനൊന്നും നമ്മളെക്കൊണ്ട് സാധിക്കില്ല, അത് അവളുടെ ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ആർട്ട് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും പിന്നെ എന്തിനു വേണ്ടിയാണോ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ എത്ര നാളെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും
ഇതാണ് ഞാൻ നിന്നെ ആദ്യമേ വാൺ ചെയ്തത്, എന്നും ഫ്രണ്ട്സായിട്ട് ഇരുന്നാൽ മതിയെന്ന്. പക്ഷേ ഇതിപ്പോൾ ഒരുപാട് ലേറ്റായി പോകുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആർട്ടിങ്ങനെ സംസാരിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ചെക്കനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്ത് ചെയ്യണം, എന്ത് പറയണമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും, ഇനി മതി, നീ അകത്തേക്ക് വാ, നമുക്ക് അവിടെ പ്രിം ഒറ്റയ്ക്കാണ്, നമുക്ക് അവിടെ പോയി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പേണിനെ വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയുന്നില്ല, ഞാൻ വരുന്നില്ല, നീ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചെക്കൻ അവിടെ നിന്ന് പോകുന്ന സീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിന് സങ്കടം, ഇവനെന്താ ഇങ്ങനെയെന്നുള്ള രീതിയിൽ നമ്മുടെ ആർട്ട് ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പേൺ ഇത് അവളോട് നേരിട്ട് ചോദിക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ പേൺ നമ്മുടെ ഫോണിൻ്റെ ആ ഒരു ഫ്ലാറ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. ആ ടൈമിൽ അവിടത്തേക്ക് ഒരു കാറ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യുക, ഒരു ഗേറ്റിൻ്റെ അങ്ങോട്ട് മാറി നിൽക്കുന്ന കേട്ടോ കാണിക്കുന്നത്. പക്ഷേ അവൻ എന്താണോ കാണരുതെന്ന് ആഗ്രഹിച്ചത് അതായിരിക്കും കാണുക. അതായത് ഇവിടെ ഫോണിന് ബർത്ത്ഡേയുടെ സമയത്ത് FBയിൽ ഇങ്ങനെ അവന് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, ആ പയ്യനായിട്ട് ഇവളിങ്ങനെ കാറിലിരുന്ന് സംസാരിക്കുന്നതും അവനെ സ്നേഹം പ്രകടിപ്പിക്കുന്നതൊക്കെ ആയിരിക്കട്ടെ അവൻ കാണുന്നുണ്ടാവും. ഇത് കാണുമ്പോഴത്തേക്ക് അവനാകെ മനസ്സൊക്കെ ചത്തുപോകും, അവനാകെ ഭ്രാന്ത് പിടിച്ച പോലെയാണ് അവിടെ കിടന്നൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ അവൻ ബിൽഡിങ്ങിന് മേലെ ഇരുന്ന് കരയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് അവിടെ വന്നിട്ടുണ്ട്. ആർട്ടിനെ സമാധാനിപ്പിക്കുന്നുണ്ട്, പോട്ടെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ഞാൻ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇത് പറയുന്നുണ്ട്, അവൾ എന്താണോ ഉദ്ദേശിച്ചത്, ഒന്നില്ലെങ്കിൽ എന്താണ് നിന്നെ ഇങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവരാനാണോ, എന്താണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല, എന്താണെങ്കിലും അവൾ നിന്നോട് പറഞ്ഞതിൽ കാര്യമുണ്ട്. അതായത് അവൾ നിന്നോട് ഫ്രണ്ട്സായിട്ടിരിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിനക്കും അവളൊരു ഫ്രണ്ട്സായിട്ട് കണ്ടാൽ പോരെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ ആർട്ട് ഇങ്ങനെ പേണിനോടൊക്കെ പറയുന്നുണ്ട്. പേൺ പറയും, നിനക്ക് എന്തൊന്നും മനസ്സിലാവാത്തത്, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആർട്ട് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് സംസാരിക്കുന്നില്ല. നീ അവളെ സപ്പോർട്ട് ചെയ്യണോ, നിനക്കറിയൂലേ അവൾ എന്തിനോട് കള്ളം പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണെങ്കിൽ നമ്മുടെ ആർട്ട് പേണിനെ ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർട്ട് ഓടിപ്പോയി ക്യാമറയൊക്കെ എടുത്തിട്ട് പറയും, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്കും നിന്നെ കാണാൻ നല്ല ഭംഗിയാണ്, ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നൊന്ന് പോസ് ചെയ്യ്, ഞാനൊരു പിക്ചർ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ക്യാമറ ആയിട്ട് അവൻ്റെ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ പേണിനാണെങ്കിൽ സങ്കടമൊക്കെ വരുന്നുണ്ട്, പക്ഷെ അവനിടയ്ക്ക് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇവരെ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട്, പേണിൻ്റെയോ ഫോണിൻ്റെയൊക്കെയോ എന്തൊക്കെയോ ഒരു ഭാഗ്യം കൊണ്ട് തന്നെ നമ്മുടെ ഫോണിന് ഈ ഒരു ട്രിപ്പിൽ വരാൻ പറ്റാതെ ആയിട്ടുണ്ട്. അതേപോലെ ചോമ്പോനെ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പ് പോകാനായിട്ടൊന്നും അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പേണിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാകും, കാരണം ഫോൺ വരുന്നില്ലല്ലോ, അവന് ഭയങ്കര സന്തോഷമാവട്ടെ. പക്ഷെ നമ്മുടെ പ്രിം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകണം, ഇവൻ്റെ നാട് കാണണം എന്നൊക്കെ ആഗ്രഹമുള്ളുണ്ടെങ്കിൽ അവളിങ്ങനെ അവർ മൂന്നാളായിട്ട് പോകാനൊക്കെ തീരുമാനിച്ചിട്ട് അവരിങ്ങനെ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്കാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ആർട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാക്കേൻ്റെയും പൂച്ചേൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ആ ടൈമിൽ നല്ല പുലീനെ പോലെ ചിരിച്ച് നല്ല ഹാൻഡ്സമായിട്ട് നമ്മുടെ പേൺ കടന്നു വരുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിൽ. അവൻ വരുന്നത് പ്രിമ്മിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവൻ വരുമ്പോഴത്തേക്ക് അവൻ്റെ ബാഗിൽ എന്താണ് നമ്മുടെ പ്രിമ്മ് വാങ്ങിച്ചു കൊടുത്ത ടീഷർട്ട് നമ്മുടെ പ്രിമ്മ് കാണുന്നുണ്ടാവും കേട്ടോ. പ്രിമ്മ് പറയുമ്പോൾ ഇത് ഞാൻ നിനക്ക് വാങ്ങിച്ചെന്നല്ലേ, ഇത് നല്ലോണം മാച്ച് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിന് ഭയങ്കരമായിട്ട് സങ്കടവും, പക്ഷെ അവനതൊന്നും മൈൻഡാക്കാണ്ടൊക്കെ ഇരിക്കും. അതിനുശേഷം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പേണും പ്രിമ്മും ഭയങ്കര സംസാരമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവൻ എന്താണ് അവരെ ഡിസ്റ്റർബ് ആക്കണ്ട, അവർ സംസാരിച്ചോട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ അവൻ അവിടെ ഇരിക്കും. പക്ഷേ ഇവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്, ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള രീതിയിൽ ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് സീൻ വരുന്നതെന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ആ ടൈമിലാണെങ്കിൽ പേൺ വന്നിട്ട് പ്രിമ്മിൻ്റെ അടുത്ത് പോയിരിക്കും. ഇതും കൂടി കാണുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിന് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നാവില്ല. പക്ഷെ ആർട്ടിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല, പേണിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. സീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പേൺ പോയി ഇരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിം ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോ അഡിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ പ്രിം പറയും ഞങ്ങളുടെ ഫോട്ടോസൊന്നും എടുക്കുമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ പറയും എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ക്യൂട്ടായിട്ടുള്ള പോസൊക്കെ ചെയ്യും കേട്ടോ. എന്നിട്ട് ഇവനിങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഫോട്ടോസ്. അപ്പോൾ ഇങ്ങനെ ക്യൂട്ട് ഫോട്ടോസൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല, അവനെ നിരാശനായിട്ടിരിക്കുന്ന കേട്ടോ കാണിക്കുന്നത്. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തെയാണ് നമ്മുടെ വീഡിയോ ഇനിയും കാണുന്നെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഈ സൈനിങ് ഓഫ് തസ്നി സുബൈർ, ടാറ്റാ.